കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ വയോധികൻ മരിച്ചെന്ന പരാതിയിൽ ഡിഎംഒ നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണം തുടങ്ങി. അഡീഷണൽ ഡിഎംഒയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. മരിച്ച രാജന്റെ മകൻ രംലേഷ്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ മാസം 8-നാണ് അത്തോളി സ്വദേശിയായ 80 വയസ്സുകാരൻ രാജൻ ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ഇടതുകാലിൻ്റെ പഴുപ്പ് അത് അധികമായതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ തേടിയത്. പിന്നീട് രാത്രിയോടുകൂടി 8-ാം തീയതി രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ പഴുപ്പ് അധികമാകുന്നു. അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ നൽകുന്നു. തുടർന്ന് രോഗം കൂടുതൽ മൂർച്ഛിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആരും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പരാതി. പിന്നീട് തൊട്ടടുത്ത ദിവസം 9-ാം തീയതി രാവിലെയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നു. പിന്നീടാണ് ഡോക്ടേഴ്സ് ഇവിടെ എത്തിയത് എന്നും കുടുംബം പരാതിയായി ഉന്നയിച്ചിരുന്നു. അവർ ഡിഎംഒയ്ക്കും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. ഈ സംഭവത്തിൽ നേരത്തെ ഒരു അന്വേഷണം നടത്താൻ ഡിഎംഒ ആവശ്യപ്പെട്ടത് പ്രകാരം ആശുപത്രി അധികൃതർ ഒരു അന്വേഷണ റിപ്പോർട്ട് കൈമാറി. പക്ഷേ ആ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ചാണ് വീണ്ടും ഒരു വിശദമായ അന്വേഷണത്തിന് ഡിഎംഒ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സമിതി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അഡീഷണൽ ഡിഎംഒയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഈ മരിച്ച രാജന്റെ മകൻ രംലേഷിന്റെ മൊഴി ഈ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോക്ടേഴ്സിൻ്റെയും ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ഒക്കെ മൊഴി ഈ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സംഘം ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തിരുന്നു.